ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കാർത്തികയുടെ രണ്ടാമത്തെ മുക്കാൽ രോഹിണി മകയിരത്തിൻ്റെ ആദ്യത്തെ അര നക്ഷത്രങ്ങളാണ്. കണ്ടകശനി നിലവിൽ നിൽക്കുന്നുണ്ട്. ഇവർക്ക് 11-ൽ നിൽക്കുന്ന രാഹു ഇവർക്ക് സാമ്പത്തികമായ നേട്ടമുണ്ടാക്കി കൊടുക്കും. അത് പ്രത്യേകിച്ചും കാണുന്നുണ്ട്. ആഴ്ചയുടെ 3-4 ദിവസങ്ങൾ വളരെ ഗുണകരമായിട്ട് കാണുന്നു. പ്രത്യേകിച്ചും തങ്ങളുടെ ശത്രു പോലും തങ്ങളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് തൊഴിലുമായി ബന്ധപ്പെട്ട് ഗുണകരമായ പല അനുഭവങ്ങളും തരുന്നു എന്ന് കാണുന്നുണ്ട്. അതുവരെ മുടങ്ങിക്കിടന്നിരുന്ന ചില പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ കടബാധ്യതയിൽ നിന്ന് മോചനം കാണുന്നു. തങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന ചില പണമിടപാടുകളിൽ വളരെ വിജയകരമായ ഒരു പൂർത്തിയാക്കൽ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഉദരസംബന്ധമായോ മറ്റേതെങ്കിലും തരത്തിലുള്ള അസുഖമോ പ്രശ്നമോ വന്നിട്ട് ശരീരത്തിന് ക്ഷീണാവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മാറുന്നു. മനസ്സ് ഊർജ്ജസ്വലമാകുന്നു. പ്രവർത്തനങ്ങളിൽ കൂടുതൽ സജീവമായി പങ്കെടുക്കാൻ സാധിക്കുന്നു. സാമ്പത്തിക നേട്ടം കാണുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, കടബാധ്യത എന്ന് പറയുമ്പോൾ തങ്ങളുടെ കയ്യിൽ നിന്നും ഈ നക്ഷത്രക്കാരുടെ കയ്യിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയ പണമോ അല്ലെങ്കിൽ അവർ കൊടുക്കാനുള്ള പണമോ കൊടുക്കാൻ സാധിക്കുക, തങ്ങൾക്ക് കിട്ടാനുള്ള പണം കിട്ടുക, വായ്പ സ്ഥാപനങ്ങളിൽ നിന്ന് അത് അനുവദിച്ച് കിട്ടുക തുടങ്ങിയ കാര്യങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ ആഴ്ചയുടെ അവസാനത്തെ ദിവസങ്ങൾ വളരെ സൂക്ഷിക്കണം. ഇങ്ങനെ കിട്ടുന്ന പണം പോലും ചിലപ്പോൾ അനാമത്ത് ചിലവിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പണം വരുന്നതിൻ്റെ ആഹ്ലാദം അത് ചിലവാക്കുന്ന കാര്യത്തിൽ വളരെ ജാഗ്രതയോടുകൂടി ആയിരിക്കണം ചെയ്യേണ്ടതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ കാരണത്താൽ, അതായത് സാമ്പത്തികമായ ചില ക്രയവിക്രയങ്ങളുടെ കാരണത്താൽ ആഴ്ചയുടെ അവസാനത്തിൽ ചില കലഹമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പ്രത്യേകിച്ചും വീട്ടിലെ വേണ്ടപ്പെട്ടവരുമായൊക്കെ തെറ്റിപ്പിരിഞ്ഞ് നിൽക്കാനുള്ളൊരു സാധ്യതയും കാണുന്നു. പണം ഒരു ഭാഗത്ത് പണം മിത്രമായി വരികയും മറ്റൊരു ഭാഗത്ത് പണം ശത്രുവായി മാറുകയും ചെയ്യുന്നൊരവസ്ഥ കാണുന്നുണ്ട്. തൊഴിൽ സംബന്ധമായ കാര്യത്തിലും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ചില കശപിശകൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യുക. ആഴ്ചയുടെ ആദ്യത്തെ 4 ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ആഹ്ലാദം നിലനിർത്താൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് മനസ്സിനെ അതിനുവേണ്ടി പാകപ്പെടുത്തുക. ഇടവക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ 7, 8, 9 താരതമ്യേന ഗുണമുള്ള ദിവസങ്ങളാണ്.